എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സമൻസ് വന്നു? ആ സമൻസിൽ എന്തുകൊണ്ട് ഒരു പ്രതികരണം ഉണ്ടായില്ല? എന്തുകൊണ്ട് ED അതിൽ തുടർ നടപടികൾ എടുത്തില്ല? ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതെ, അതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം. യഥാർത്ഥത്തിൽ ED അങ്ങനെ ഒരു സമൻസ് അയച്ചോ? അയച്ചെങ്കിൽ പിന്നീട് എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടായില്ല? സഖാവ് MA ബേബിയും മറ്റും പറയുന്നത് ഇങ്ങനെ ഒരു സമൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ തുടർ നടപടി ഒന്നും വേണ്ടതില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യമായി. അതുകൊണ്ട് അവർ അയച്ച സമൻസ് നിരുപാധികം പിൻവലിച്ചു. അതിനെ തുടർന്ന് വിവേക് തൈക്കണ്ടിയോട് അവർ മാപ്പ് പറഞ്ഞു. പിന്നെ ഇവരാവശ്യപ്പെട്ട പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഏത്തവിട്ടോന്ന് നമുക്കറിയില്ല. അതിനും ചെയ്യാൻ സാധ്യതയുണ്ട്, കാരണം MA ബേബിയാണല്ലോ പറയുന്നത്. സാധാരണ AK ബാലനാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തേണ്ടിയിരുന്നത്. പക്ഷെ പുള്ളിയുടെ പ്രതികരണം ഇതുവരെ കേട്ടില്ല. പുള്ളി പറയാത്താണോ നമ്മൾ കേൾക്കാത്താണോ എന്നറിയില്ല. അപ്പൊ ഇതിലൊക്കെ പല താല്പര്യങ്ങളും ഉണ്ട്. MA ബേബി ഇങ്ങനെ കൊടുത്ത സമൻസ് പിൻവലിച്ചു എന്ന വിവരം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. അദ്ദേഹം തന്നെ ഇത് മനോരമയിൽ വായിച്ചിട്ടാണ് വിവരം അറിഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഇവിടെ ഈ വിവേകിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ സ്പോൺസർ ചെയ്തിരുന്നു എന്ന് അന്നേ കേട്ടിരുന്നു. അത് തെക്കൻ കേരളത്തിലുള്ള ഒരു വ്യവസായിയുടെ പേരാണ് ശക്തമായിട്ട് കേട്ടത്. ഇദ്ദേഹത്തിന് അവിടെ അഡ്മിഷൻ വാങ്ങി കൊടുത്തിരുന്നു. അതിന് ആവശ്യമായ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിനും ചില വ്യവസായികൾക്ക് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് വിവേക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വിദേശ വിദ്യാഭ്യാസം, അതും ഇംഗ്ലണ്ടിൽ തന്നെ ഏറ്റവും അധികം ഫീസ് വാങ്ങുന്ന ഒരു സ്ഥാപനത്തിൽ പഠിക്കാനിടയത്. അവിടുന്ന് അദ്ദേഹത്തിന് ബിരുദം നേടാൻ കഴിഞ്ഞത് എന്നൊക്കെ കേട്ടിരുന്നു. ഇപ്പോൾ അത് ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട ദിലീപ് രാഹുലിനാണ് എന്ന് കേൾക്കും. അപ്പൊ ഇതൊക്കെ പല ദുരൂഹങ്ങളും ആദ്യം മുതലേ ഉണ്ട്. പാർട്ടിക്കാർ തന്നെ ഇത് പല ഘട്ടങ്ങളിലും സംസാര വിഷയമാക്കിയിട്ടുള്ളതാണ്. ഇതിനൊക്കെ ക്ലാരിഫിക്കേഷൻ വരുന്നു എന്നുള്ളതാണ് പ്രധാനം. പിന്നെ അനിൽകുമാർ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷെ ശബരിമലയിൽ സ്വർണം കളവ് പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോഴത്തെ മോഷണത്തിൽ ചെന്ന് അവസാനിച്ചത് എന്ന് CPI പറഞ്ഞു. ഷാഫി പറമ്പലിനെ തല്ലിയതാരെന്ന് വെച്ചാൽ അത് കോൺഗ്രസ്സുകാരെ തന്നെ അദ്ദേഹത്തെ മർദ്ദിച്ചു. അത് മൂക്കിൽ നിന്ന് ചുവന്ന മഷി വരുത്തിയതാണ് എന്ന് പറയുന്നു. CPI-കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുന്നതിനാണ് അവരെ ഈ ചാനലിലേക്ക് വിടുന്നത്. അദ്ദേഹത്തോട് ന്യായീകരിക്കുക. കാരണം ഏഷ്യ ഓപ്പറേഷൻസിന്റെ മുൻ ഡയറക്ടറായിരുന്നു ദിലീപ് രാഹുലൻ. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇവിടുത്തെ പല പ്രോജക്റ്റുകളുടെ ഭാഗമായത്. അതൊക്കെ CBI-യുടെ ഒക്കെ അന്വേഷണം അക്കാര്യങ്ങളൊക്കെ നടന്നതും കൂടുതൽ വിവരങ്ങൾ തേടുന്നതുമാണ്. ഇനി അത് പറഞ്ഞ് അദ്ദേഹത്തോട് തർക്കിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് അത് വിട്ടത്. എന്തായാലും നിലവിൽ ഇങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷമൊക്കെ ഇത് ശക്തമായി ഇതിനു മുൻപ് തന്നെ ഈ ഒരു ധാരണയുണ്ടോ, നീക്കമുണ്ടോ, രഹസ്യ നീക്കമുണ്ടോ എന്നൊക്കെ സംശയമുണർത്തുന്നതാണ്. അത് സംശയിക്കത്തക്ക വിധത്തിലാണോ ഈ 2 വർഷത്തെ ഒരു ആബ്സെൻസ് ED-യുടേതാണെങ്കിലും അല്ലെങ്കിൽ വിവേകിന് ഇതിൽ മറുപടി നൽകാത്തതിലും? ശ്രീ ജയശങ്കർ, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ BJP-യുടെ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നു കേരളത്തിൽ മൂന്നാമത് ഒരു വട്ടം കൂടി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഉണ്ടായി കാണണം എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പല ആയുധങ്ങളും എടുത്ത് ഓങ്ങുമെങ്കിലും അതൊന്നും അത് പ്രയോഗിക്കാതിരിക്കും. ശരി, വളരെ നന്ദി ശ്രീ ജയശങ്കർ പ്രതികരണം അറിയിച്ചതിന്.